everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERTയുടെ 9ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകത്തിൽ നിന്നും രണ്ടാമത്തെ പാഠം വിശാല സമതല ഭൂവിൽ എന്നുള്ള പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒന്നാം പാഠം ഇന്ത്യൻ ജോഗ്രഫി പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം കാണാത്തവർ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇന്ത്യൻ ജോഗ്രഫി കുറച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക, അതിനുശേഷം ഈ ക്ലാസ് കാണുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. മാനമുട്ട ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണിവ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഹിമാലയം, അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ തിരിവുകൾ, അതുപോലെ കിഴക്കൻ കുന്നുകൾ, പൂർവഘട്ടം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഉത്തരപർവ്വത മേഖലയുടെ തെക്കുഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം കാണുന്നു. അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ യെല്ലോ കളറിൽ തന്നിരിക്കുന്നതാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലേ. സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്നത്, ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയവയുടെ പോഷക നദികൾ ഒഴുകുന്നത് ഇതിലെയാണ് അല്ലേ. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയാണ് അതിന് താഴെ കാണുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കും ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തുമായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഭൂപ്രകൃതി പല പല വൈവിധ്യങ്ങൾ നിറഞ്ഞ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ മാപ്പിൽ നമുക്ക് കാണാം ഉത്തരപർവ്വത മേഖല, അതിനുശേഷം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അതിനുശേഷമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭാഗമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലം എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇവയെ രൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായകരമായ പ്രക്രിയകളെ രൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സമതലങ്ങൾ രൂപപ്പെടുന്നത്? ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങി ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവയെ രൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ രൂപീകരണ പ്രക്രിയകളെന്ന് വിളിക്കുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും, അതായത് ഈ ഒഴുകുന്ന വെള്ളവും കാറ്റും ഒക്കെയാണ് ബാഹ്യശക്തികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഭൗതികവും രാസികവും ജൈവികവും ഒക്കെ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ഈ ശിലാവസ്തുക്കളെ ഈ കാറ്റും ഹിമാനികളും ഒഴുകുന്ന വെള്ളവും എല്ലാം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനെ നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതിനെ പറയുന്നതാണ് എന്ത്, നിക്ഷേപണം എന്ന് വിളിക്കുന്നത്.
അതായത് ഈ കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ കൂടെ വരുന്ന ഈ ജൈവാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ പാറ പൊടിഞ്ഞുണ്ടാകുന്നതും അങ്ങനെയുള്ള സകല സാധനങ്ങളും ഒരു താഴ്ന്ന പ്രദേശത്ത് കൊണ്ട് നിക്ഷേപിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയും? നിക്ഷേപണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എക്കൽ എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട്. എന്താണ്? നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ. എക്കൽ എന്നാണ് നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളിയും മണ്ണും ചരലും എല്ലാം കൂടെ കൂടിയ ശിലാവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. മഴ പെയ്യുന്നു, മഴത്തുള്ളികൾ വീഴുന്നു, അവിടെ നിന്നും എന്താണ്? അവിടെ നിന്ന് ശിലാപദാർത്ഥങ്ങൾ ഇളകുന്നു. ആ ഇളകിയ വസ്തുക്കളെ മഴവെള്ളം നീക്കിക്കൊണ്ടു പോകുന്നു, അതിനെ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അപ്പം ഈ പ്രക്രിയയാണ് എന്ത്? നിക്ഷേപണം എന്ന് നമ്മൾ പറഞ്ഞത്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാകുകയും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ രൂപപ്പെടുന്നു. സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെറിയ ചെറിയ നീർച്ചാലുകളുണ്ടല്ലോ, ആ ചെറിയ നീർച്ചാലുകൾ ഒഴുകി അരുവികളാകുന്നു. അതായത് കുറച്ചും കൂടി വലിപ്പമാകുന്നു. ഇനി ഇങ്ങനെയുള്ള പല അരുവികൾ ചേർന്ന് എന്താകുന്നു? നദിയായിട്ട് മാറുന്നു. അപ്പോൾ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന ഈ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ കാലക്രമേണ ഇങ്ങനെ നിക്ഷേപണം മൂലം ഇവിടെ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. എക്കൽ എന്താണെന്ന് നമ്മൾ മുകളിൽ പറഞ്ഞായിരുന്നു അല്ലേ. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചെളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്നത് നിക്ഷേപണം മൂലം വലിയ എക്കൽ സമതലങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ നോക്കിക്കേ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനവും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. അപ്പം നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനം എന്ന് പറയും. പിന്നെ ഈ നദി ചെന്ന ജലാശയത്തിലോ കായലിലോ കടലിലോ ഒക്കെ ചേരില്ലേ, ആ ചേരുന്ന ഭാഗത്തെ എന്തു പറയുന്നു? നദീമുഖം. നദിയും ആ കടലാണോ കായലുമാണോ അവയുമായി ചേരുന്ന ഭാഗത്തെ നദീമുഖമെന്ന് പറയുന്നു. അടുത്തത് ഉത്തരേന്ത്യൻ. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂവിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് ഇവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം കണ്ടോ? ഇവിടെ അവസാദങ്ങൾ നിക്ഷേപിച്ച് അവസാദങ്ങൾ അടിഞ്ഞുകൂടിയാണ് ഉപദ്വീപീയ നദികളൊക്കെ കൊണ്ടുവന്ന അവസാദങ്ങൾ അവിടെ അടിഞ്ഞുകൂടി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണേ, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും ഒക്കെ തിരിച്ചെഴുതാനൊക്കെ ഇവിടെ ബോക്സ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളാണെന്ന് നമുക്കറിയാം. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം
3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. അപ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം എത്ര കിലോമീറ്റർ നീളത്തിലാണ് ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്നത്? 2400. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് എക്സാം പോയിന്റിൽ നോക്കി വെക്കണം കേട്ടോ. ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. എന്താണ് കാരണം? കൃഷിക്ക് വളക്കൂറുള്ള മണ്ണാണ്, മതിയായ ജലലഭ്യതയുണ്ട്, അവിടുത്തെ കാലാവസ്ഥ അനുകൂലമാണ്, ഭൂപ്രകൃതി എങ്ങനെയാണ്? പരന്ന ഭൂപ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഭൂമിശാസ്ത്രപരമായ ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കുമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്ക്, ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായി ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ 4 പ്രാദേശിക വിഭാഗം എന്ന് നമുക്ക് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രാദേശിക വിഭാഗങ്ങളാണ്. ഒന്ന് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലമാണ് ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ തന്നിരിക്കുന്നത്. അടുത്തത് ഗംഗാ സമതലം. നമ്മുടെ യമുന നദി, കാളി നദി, ഘാഗ്ര, ഗോമതി, ഗംഗ, സിന്ധ്, ബെത്വ, സോണ്, ഖണ്ഡക് എന്നിവയ്ക്ക് ഒഴുകുന്ന ഗംഗാ സമതലം. അടുത്തത് പഞ്ചാബ്, ഹരിയാന സമതലം പിങ്ക് കളറിൽ തന്നിരിക്കുന്നത്. ബിയാസ് നദി അതിലെ ഒഴുകുന്നുണ്ട്. രാജസ്ഥാൻ സമതലമാണ് അതിനിപ്പുറം തന്നിരിക്കുന്നത്. നോക്കിക്കേ, രാജസ്ഥാൻ സമതലത്തിൻ്റെ പിക്ചറാണ്. നിങ്ങൾക്ക് ഈ ബോക്സിൽ നോക്കി കളർ കണ്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. രാജസ്ഥാൻ സമതലം എന്താണെന്ന് നമുക്ക് നോക്കാം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏത് ഭാഗമായിട്ട് വരും? പടിഞ്ഞാറേ അറ്റമാണ് രാജസ്ഥാൻ സമതലം. മാപ്പിൽ നമുക്ക് കാണാം അല്ലേ? ഥാർ മരുഭൂമിയുടെ മുന്നിൽ 2 ഭാഗവും മരുഭൂമിയുടെ 2 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഥാർ മരുഭൂമിയുടെ 2 ഭാഗവും എവിടെ? രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഥാർ മരുഭൂമി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. 2 ഭാഗവും ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധവരണ്ട സമതലം എന്നും രാജസ്ഥാൻ ബാഗർ എന്നും ഥാർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തരംതിരിക്കാം. ഥാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമുക്ക് ഇവിടെ പഠിക്കാം. അപ്പം ഈ ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറായിട്ടാണ് കേട്ടോ രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി നദി ഈ സമതലത്തിലെ പ്രധാന നദിയാണ്. രാജസ്ഥാനിൽ നിരവധി ഉപ്പു തടാകങ്ങളുണ്ട്. സംഭാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പു തടാകങ്ങളാണ്. അപ്പം രാജസ്ഥാനിൽ നിരവധി ഉപ്പു തടാകങ്ങളുണ്ട്. ഈ സംഭാർ തടാകം, ദിദ്വാന, സർഗോളൊക്കെ എന്നിവയെല്ലാം രാജസ്ഥാനിലെ പ്രധാന ഉപ്പു തടാകങ്ങളാണ്. അപ്പോൾ അത്രയുമാണ് രാജസ്ഥാൻ സമതലത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് പഞ്ചാബ്, ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിൻ്റെ പ്രധാന സവിശേഷത നമ്മൾ പറഞ്ഞു. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ ഒരു സമതലമായി മാറുന്നത്
നമുക്ക് കാണാൻ കഴിയും. അപ്പം ഈ ഉത്തരേന്ത്യൻ സമതലം ക്രമേണ ഫലഭൂയിഷ്ഠമായ സമതലമായി മാറുന്നു എന്ന് വെച്ചാൽ എന്താണ്? രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്കിഴക്കുമായി വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം. യമുനാ തീരം മുതൽ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്ക് അതിരാണ് യമുനാ നദി. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. അപ്പം പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ മുഖ്യ ഭാഗവും സത്ലജ്, ചലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികളുടെ അവസാദങ്ങൾ നിക്ഷേപണം മൂലം ഉണ്ടായതാണ്. പഞ്ചാബ് 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നു. പഞ്ചാബ് 5 നദികളുടെ നാടെന്ന് അറിയപ്പെടുന്നത് എന്താ? ചലം, ചിനാബ്, സിന്ധു, ബിയാസ്, സത്ലജ്. ഇതെല്ലാം ഏത് നദിയുടെ പോഷക നദികളാണ്? സിന്ധു നദിയുടെ പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. ഓക്കെ, അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. എന്താ ദോബുകൾ? പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾ. ആ നദികൾക്കിടയിൽ ഇപ്പോൾ സത്ലജ് നദിയും ചിനാബ് നദിയും കൂടിച്ചേരും. ഈ നദികൾ കൂടിച്ചേരുന്നതിൻ്റെ ഇടയ്ക്കിലൊരു കരഭാഗം വരും. ആ ഭാഗത്തിനാണ് എന്തെന്ന് പറയുന്നത്? ദോബുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന ദോബുകൾ എന്ന് പറഞ്ഞൊരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ബിസ്ത് ജലന്ധർ ദോബ് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദോബ് ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രജ്ന ദോബ് രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ചാച്ച് ദോബ് ചിനാബ്, ചലം നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിദ് സാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കിടയിലും സിന്ധു നദിക്കുമിടയിലും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ദോബുകൾ. ദോബുകൾ എന്താണ്? 2 നദികൾ പരസ്പരം കൂടി ചേരുന്ന ഭാഗത്തൊരു കരഭാഗം വരും. അതിനാണ് ദോബുകൾ എന്ന് പറയുന്നത്. ഇനി ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമതലമാണ് ഗംഗാ സമതലം. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെയാണ് ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഗംഗാ സമതലമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നോക്കിക്കേ, ഈ ഗംഗാ സമതലത്തെ ഇവിടെ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന കാണിച്ചിരുന്നത് കീഴ് ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, ഉപരി ഗംഗാ സമതലം. ഗംഗാ സമതലത്തിൻ്റെ ഉപവിഭാഗങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഒന്ന് കീഴ് ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, ഉപരി ഗംഗാ സമതലം. ഓക്കെ, ഇനി ബ്രഹ്മപുത്ര സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ
കിഴക്ക് ഭാഗമാണ്, ഏറ്റവും കിഴക്ക് ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര താഴ്വര എന്നും അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ പല പേരുകളിലും ഈ ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നുണ്ട്. അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അപ്പം ആസാമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രി എന്ന് പറയുന്ന സ്ഥലം വരെ ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുകയാണ് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസ്സാമിലാണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായി നാഗ കുന്നുകളും തെക്ക് ഖാരോ ഖാസി ജയന്തിയ കുന്നുകളും മികിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായിട്ടാണ് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ്. ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികളാണ്. ഏതൊക്കെയാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ? ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ്. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമതലം എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. അപ്പോൾ എക്കൽ വിശറികൾ എന്താ? നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയും. ആയതിന് അവ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളാണ് എക്കൽ വിശറികൾ. അപ്പം പിക്ചറിലേക്ക് നോക്കിക്കേ, നദികൾ അവസാദങ്ങൾ ഒഴുക്കിക്കൊണ്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ അവസാദങ്ങൾ ഒരു വിശറിയുടെ രൂപത്തിൽ ഇങ്ങോട്ട് അടിഞ്ഞുകൂടുന്നു, ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? ഈ സമതലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നദിയുടെ ഒഴുക്ക് പതുക്കെ കുറയും അല്ലേ? അപ്പോൾ ഇതൊരു വിശറിയുടെ രൂപത്തിൽ ഇതിവിടെ അടിഞ്ഞുകൂടുന്നു. ഇതിനെയാണ് നമ്മൾ എക്കൽ വിശറി എന്ന് പറയുന്നത്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും പിന്നീടവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്സ്ബോ തടാകങ്ങളുടെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നദികൾ ഒഴുകുമ്പം പല ചാലുകളായിട്ട് ഇവ പിരിയും അല്ലേ? അപ്പോൾ ഈ ചാലുകളായിട്ട് ഒഴുകുമ്പം ഇതിന് ഒഴുക്ക് തീരെ കുറവായിരിക്കും. അപ്പോൾ ഇവ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെ ഒഴുകുമ്പം ആ വളഞ്ഞു പൊഴഞ്ഞ് ഒഴുകുന്നതിൻ്റെ ഇടയ്ക്കൊരു സമതലം പോലെ നിക്ഷേപണം മൂലം ഒരു സമതലം രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അതിനെ അവിടെ ചെറിയ കെട്ടുകൾ പോലെ, വെള്ളക്കെട്ടുകൾ പോലെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഇവരിങ്ങനെ അത് ആദ്യത്തെ പിക്ചർ കണ്ടോ? പതുക്കെ വന്നു, അത് വളഞ്ഞൊഴുകി, അതിനുശേഷം അവിടെ നേരെ ഒഴുകുന്ന നദിയിലേക്ക് അത് ചേരുന്നു, അവിടെ നിന്നും അത് ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ ഈ ലാസ്റ്റ് കാണുന്ന പിക്ചർ കണ്ടോ? ഇതിനാണ് നമ്മൾ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ഈ ഷേപ്പിൽ കിടക്കുന്നത്. നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വലയങ്ങൾക്ക് പറയുന്നത് മിയാൻഡറുകൾ എന്നാണ് കേട്ടോ. തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ? അപ്പോൾ പിന്നീട് നദി ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമ്പോൾ, അപ്പോൾ ഈ പിക്ചറിൽ കണ്ടോ നദി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ രൂപപ്പെടുന്നതിനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം കാണുന്നത് നദി മിയാൻഡറിങ്
അതായത് നദി വളഞ്ഞു പുളഞ്ഞൊഴുകുന്നു. അതിനുശേഷം രൂപപ്പെട്ടിരിക്കുന്ന ഓക്സ്ബോ തടാകങ്ങളാണ് രണ്ടാമത്തെ പിക്ചറിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നദികൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിനെ നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മുകളിൽ പിക്ചറിൽ കണ്ടത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫി ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്ന് തെക്കോട്ട് 3 പ്രധാന മേഖലകളായിട്ടാണ് തിരിക്കുന്നത്. ഫാബർ, ടെറായി, ഏക്കൽ സമതലങ്ങൾ. ഈ മേഖലകൾ ഓരോന്നിൻ്റെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്കുഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. പർവ്വതഭാഗത്തു നിന്ന് വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകൾ പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ഈ ഉരുളൻ കല്ലുകളുടെയും പാറകളുടെയും അടിയിലൂടെ നദികൾ ഒഴുകുന്നതിനാൽ നദികൾ ഈ ഭാഗങ്ങളിൽ ദൃശ്യമാകുന്നില്ല. അപ്പം നദികൾ അപ്രത്യക്ഷമാകുന്ന ഭാഗം ഏതാണ്? അതാണ് ഫാബർ. ഫാബർ എന്ന പ്രദേശത്ത് നദികൾ അപ്രത്യക്ഷമാകുന്നു. കാരണം എന്താ? ഉരുളൻ കല്ലുകളും പാറകളുടെയും നിക്ഷേപണമായ ഫലമായിട്ട് നമ്മുടെ നദികൾ അവിടെ കാണാൻ സാധിക്കാതെ വരും. അതായത് നദികൾ അടിയിൽ കൂടിയാണ് ഒഴുകിപ്പോകുന്നത്. അപ്പോൾ അവിടെ നദികൾ അപ്രത്യക്ഷമാകുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫാബറാണ്. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ഫാബർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാബറിൻ്റെ ഒരു പോയിന്റ് നമ്മളോട് ചോദിച്ചാൽ ഹിമാലയൻ പ്രദേശത്ത് നദികൾ അപ്രത്യക്ഷമാകുന്നതിന് കാരണം ഫാബറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രളയ സമതലങ്ങൾ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ട് വരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്നു വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തിരിക്കുന്നത്. നദീതട സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ LP UP എഴുതുന്നവർക്കൊക്കെ പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ ഫാബർ മേഖലയാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. ഫാബർ മേഖലയാണ് ആദ്യത്തെ പിക്ചറിൽ തന്നിരിക്കുന്നത്. ആ ഫാബർ മേഖല നോക്കിക്കേ, അവിടെ പാറക്കഷ്ണങ്ങളും ഉരുളൻ കല്ലുകളും മൂലം നദികൾ ആ ഭാഗത്ത് അപ്രത്യക്ഷമാകുന്നു. ഇനി ഫാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. അപ്പോൾ ടെറായി എന്താ? വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി മേഖല. ടെറായിയുടെ പിക്ചറാണ് ഈ രണ്ടാമത്തെ പിക്ചർ നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ പിക്ചർ ഫാബറും രണ്ടാമത്തേത് ടെറായിയും. നമുക്ക് ഈ പിക്ചർ കണ്ട് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റും. ഫാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഈ ടെറായി മേഖലയിൽ പുനർജനിക്കുന്നു. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗങ്ങളും ഉണ്ട്. അപ്പം ഫാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ പിന്നീട് ടെറായി മേഖലയിലാണ് പുനർജീവിക്കുന്നത്. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലം. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പഴയ എക്കൽ നിക്ഷേപങ്ങൾ എന്താണ്? ഭംഗർ എന്ന പേരിലും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക അല്ലേ, പുതിയ ഖാദർ ഇട്ടു എന്നൊക്കെ ഓർത്താൽ മതി. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതകളാണ്. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. കണ്ടോ? ഹിമാലയം, ഫാബർ മേഖല, ടെറായി മേഖല, ഫംഗറും
ഖാദ്റും. ഫാബർ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമായി ടെറായി മേഖലയിൽ അവർ പുനർജീവിക്കുന്നു. അവിടെ ജൈവ സമ്പുഷ്ടമാണല്ലേ. പിന്നെ പഴയ എക്കൽ നിക്ഷേപത്തെ നമ്മൾ ഫംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപത്തെ ഖാദർ എന്നും പറയുന്നു. മനസ്സിലായോ? പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ നദീജന്യ ദ്വീപുകൾ, നീർച്ചാലുകൾ, തിട്ടകൾ, മണൽ വരമ്പുകൾ എന്ന് തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. സമതലങ്ങളിൽ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഡെൽറ്റകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഡെൽറ്റ പ്രദേശത്തിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞ് ഒഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിൽ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. അപ്പോൾ ഡെൽറ്റകൾ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതയെക്കുറിച്ചൊക്കെ പഠിച്ചു. നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, മണ്ണ്, കൃഷി വൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ പ്രദേശം അനുഭവപ്പെടുന്ന കാലാവസ്ഥയും. അപ്പോൾ ഇനി നമ്മൾ ഉത്തര മഹാസമതലത്തിൻ്റെ പ്രധാന കാലാവസ്ഥാ സവിശേഷതകളൊന്ന് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ ശൈത്യകാലത്ത് എങ്ങനെയാണ്? ഉത്തരേന്ത്യയിൽ സാധാരണയായി നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഡിസംബർ ജനുവരിയുമാണ്. ഈ കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത്? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അല്ലേ, കടലിൽ നിന്നും ഏറെ അകലെയാണ് ഈ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിൽ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവും ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നേരിയ മഴ ലഭിക്കാറുമുണ്ട്. ഇനി ഉഷ്ണകാലത്ത് എങ്ങനെയാണ്? മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരുവാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ് വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ ഉത്തരേന്ത്യൻ സമതലത്തിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. അപ്പോൾ മെയ്, ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ വീഴുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, പലതവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ലൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചാബ്, ഹരിയാന, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണയാണ്. ഇത്തരം കാറ്റുകൾ ചെറിയ തോതിലുള്ള മഴയ്ക്ക് കാരണമായതിനാൽ അതികഠിനമായ വേനൽ ചൂടിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. തൽഫലമായി ഇവിടെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. 2 ശാഖകളായാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത്.
തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു അറബിക്കടൽ ശാഖയെന്നും ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും 2 വിധത്തിലാണ് വരുന്നത്. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നു. അതായത് ഈ തന്നിരിക്കുന്നതാണ് സുന്ദർവൻ ഡെൽറ്റ പ്രദേശം. ഇതിലൂടെയാണ് ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ പ്രവേശിക്കുന്നത്. ഇവരിവിടെ വന്നിട്ട് എങ്ങോട്ട് മാറുന്നു? 2ആയിട്ട് പിരിയുന്നു. ഓക്കെ. ഒന്ന് കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ നൽകുന്നു. പടിഞ്ഞാറ് ദിശയിൽ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉപശാഖയാകട്ടെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്നു. അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ വരെ മഴ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും 2 ഉണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തെ പ്രധാന മഴക്കാലം. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. സൂര്യൻ്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്തെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് മനസ്സിലായല്ലോ. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസത്തെ ഒക്ടോബർ ചൂട് എന്നാണ് വിളിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അല്ല, അപ്പോൾ എന്നാലും നമുക്കൊന്ന് നോക്കിയിരിക്കണം. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. ഉഷ്ണമേഖല, ആർദ്ര ഇലപുഴയും കാടുകളാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇവിടെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ച് തന്നിട്ടുണ്ട്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുണ്ട്, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പുനില വനങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ 2ആയി തിരിക്കുന്നു. വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും. അതായത് മഴ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നിടത്ത് 70 സെൻറ്റിമീറ്റർ ടു 100 സെൻറ്റിമീറ്ററിനിടയിൽ മഴ ലഭിക്കണം. 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇല പൊഴിക്കുന്നു. ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. 100 സെൻറ്റിമീറ്റർ 200 സെൻറ്റിമീറ്ററിന് ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന ടെറായി ഫാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലെയും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. അപ്പം തേക്ക്, സാല്, ശിഷാം, മഹുവ, നെല്ലി, ചന്ദനം എന്നിവ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമല്ല. പിന്നെ ഇവിടെ നോക്കിക്കേ, നമ്മുടെ തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിൽ പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖല മുൾക്കാടുകൾ ബാബുൽ, ബെർ, വന്യ, ഈന്തപ്പന, ഖൈർ, വേപ്പ്, കെജ്രി, പലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങൾ അടിക്കാടായി ചില ഇടങ്ങളിൽ കാണപ്പെടുന്നു. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാസമതലത്തിൻ്റെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നിലവനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഈ കാണുന്നതാണ്, ഈ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നതാണ് ചതുപ്പ് നിലവനങ്ങൾ. പശ്ചിമ ബംഗാളിൽ ഗംഗാസമതലത്തിൻ്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ. സുന്ദർബൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. മത്സ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ജലജീവി വർഗ്ഗങ്ങൾ, കണ്ടൽ സസ്യങ്ങളുടെ വേരുകൾ സജീവ ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്നു.
വൈവിധ്യമാർന്ന പക്ഷിയുടെ അഭയകേന്ദ്രം കൂടിയാണ് ഈ കണ്ടൽ കാടുകൾ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകത എന്താ? സുന്ദരി എന്ന ഒരുവിധ കണ്ടൽ കാടുകൾ. സുന്ദർബൻ്റെ പിക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അടുത്തതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെക്കുറിച്ചൊക്കെയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമുക്കൊന്ന് വായിക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണ് എന്താ? എക്കൽ മണ്ണാണ് അല്ലേ. മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിൽ 2 വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്, ഖാദർ, ഭംഗർ എന്നിവ. അത് നമ്മൾ മുകളിൽ പഠിച്ചു അല്ലേ. ഇനി കൃഷിക്ക് ഏറെ അനുയോജ്യം ഏത് മണ്ണാണ്? എക്കൽ മണ്ണാണെന്ന് നമുക്കറിയാം. മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളായി ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. അപ്പോൾ ചെമ്മണ്ണിന് ചുവപ്പ് നിറം കാണാൻ കാരണം എന്താ? ഇരുമ്പിൻ്റെ സാന്നിധ്യം മൂലമാണ്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. സുന്ദർബൻ പ്രദേശങ്ങളിൽ ഏത് മണ്ണ് കാണപ്പെടുന്നു? ലവണ മണ്ണാണ് കാണപ്പെടുന്നത്. ഓക്കെ. പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടാറുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഓക്കെ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നതിന് നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളതെന്ന് പറയുന്നു. ഇവിടുത്തെ കൃഷി കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഖാരിഫ്, റാബി, സയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷികകാലം ഏതാ? അത് ഖാരിഫ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്നതാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ കാർഷിക കാലമാണ് സയ്ദ്. ഈ തന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഖാരിഫ് കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഖാരിഫ് വിളകളുടെ കാലം എന്ന് പറഞ്ഞാൽ ജൂണിൽ നമ്മൾ കൃഷി ഇറക്കി സെപ്റ്റംബറിൽ നമ്മളതിൻ്റെ വിളവെടുക്കും. അപ്പോൾ ഈ ഖാരിഫ് വിളകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ്. അപ്പം നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര. റാബി എന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ നമ്മൾ കൃഷി ഇറക്കുന്നു, മാർച്ചിൽ നമ്മൾ കൃഷി എടുക്കുന്നു. അപ്പം അതിന് നമ്മൾ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി മുതലായ ഗോബു, ബാലിക എന്നിതിനൊരു കോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പഠിക്കാൻ നമുക്ക് കോഡുണ്ട്. അതായത് സയ്ദ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂൺ ആണ്. ഏപ്രിലിൽ നമ്മൾ നടുന്നു, ജൂണിൽ നമ്മൾ എടുക്കുന്നു. ഈ സെയ്ദിൽ വരുന്നത് പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റയാണ്. അപ്പം നോക്കിക്കേ, പിന്നെ നമുക്ക് ഓർത്തിരിക്കാം സെയ്ദ് വിളകൾ പഴം, പച്ചക്കറികളാണെന്ന് ഓർത്തിരിക്കുക. റാബി എന്ന് വെച്ചാൽ ഈ കോഡ് നിങ്ങൾ ഓർത്തോ, ഞാൻ പഠിച്ച കോഡാ. ഗോബു, ബാലിക, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, ബാർലി, അതൊക്കെ. ഇപ്പം അതല്ലാത്ത പിന്നെ വരുന്നത് ഏതൊക്കെയാണ്? അതാണ് നമുക്ക് ഖാരിഫിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കോഡ് വെച്ച് പഠിക്കുക. എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ, ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം PSC പരീക്ഷകളുടെ ജോഗ്രഫി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം നമുക്കറിയാം ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ഖാദർ, ഭംഗർ, ഭാബർ, അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. കാരണം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ എത്തിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമുക്കുള്ള സപ്പോർട്ട്. അപ്പോൾ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.